ഞാനൊരു ശിശുവിനെ പോലെയാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പും പോലെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും. ദൈവതേജസ് നിറഞ്ഞു നിൽക്കുന്നത് അറിഞ്ഞു. കടലോളം കൈയുള്ള, സീനായ് മലയോളം വിവേകമുള്ള കളങ്കമറ്റ സ്ത്രീ, ഉത്തമ കന്യക എന്ന പേരിന് നിന്നോട് യോഗ്യതയിൽ ലോകത്ത് മറ്റാർക്കുമില്ല. ഉഷകാല നക്ഷത്രത്തിന്റെ പെൺതെളിച്ചം പോലെ മനോഹരിയാണ് നീ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. ദൈവമേ, ഞാൻ എന്താണ് കാണുന്നത്? ഈ അപവാദത്തിന്റെ അർത്ഥമെന്ത്? മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിട്ടുണ്ട്, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കുന്നു. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണമുണ്ടാകും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനായിരുന്നല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരൻ വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവർക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമാണ്.